ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിന്റെ ഒരു സീസണിലും ഉണ്ടാകില്ല ഒരു മത്സരാർത്ഥിക്ക് നേരെ ഇത്രയധികം ഗൂഢാലോചന നടത്തുന്ന മത്സരാർത്ഥികൾ ഉള്ളത്. മറ്റാരുമല്ല, ജിൻഡോയെ കുറിച്ചാണ് പറയുന്നത്. ജിൻഡോ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ബിഗ് ബോസിൽ നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റീസിലായാലും 100% ഇടാൻ ശ്രമിക്കുന്ന ഒരേ ഒരു വ്യക്തി അവിടെ ജിൻഡോ മാത്രമാണ്. സായി, സിജോ, നന്ദന, അഭിഷേക് എന്നിവർ ചേർന്ന് ജിൻഡോനെതിരെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ തോൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അവിടെയും ജിൻഡോ തന്നെയാണ് ജനമനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ചയാൾ. ഇന്നത്തെ ഗെയിമിൽ പോലും അഭിഷേകും നന്ദനയും ജിൻഡോനെതിരെ എടുക്കുന്ന വളരെ മോശമായ ഒരു സ്ട്രാറ്റജി എല്ലാവർക്കും മനസ്സിലാക്കും. അഭിഷേക് ആണെങ്കിൽ ടാസ്കിനിടയിൽ മനഃപൂർവ്വം ജിൻഡോനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അഭിഷേകാണ് ജിൻഡോനെ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നത്. ജിൻഡോൻ അത് നന്നായി മനസ്സിലായതുകൊണ്ടാണ് ജിൻഡോ ദേഷ്യപ്പെട്ടത്. സാധാരണ ചെറിയ കാര്യങ്ങളിലൊന്നും ജിൻഡോ അങ്ങനെ ദേഷ്യപ്പെടാത്ത ആളാണ്. ഇതിന്റെ എല്ലാത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് കണ്ണൻ സായി ആണ്. കണ്ണൻ സായി അവിടെ ഇരുന്ന് എല്ലാവർക്കും ഓരോ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും. നന്ദന ഇന്ന് അനാവശ്യമായി ജിൻഡോ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണെന്നാണ്. ഈ ഒരു അവസാന സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ തോൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് എല്ലാം ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. ഏറെ പ്രതീക്ഷകളോടെ ബിഗ് ബോസിലേക്ക് പോയ ഒരാളാണ് കണ്ണൻ സായി. അദ്ദേഹം പുറത്തു നിന്ന് ഓരോ ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വളരെയധികം റെസ്പെക്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്നാൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വരേണ്ടി വന്നു ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം കാണാൻ. ഏത് സീസൺ എടുത്താലും ഇതുപോലെ കുരുട്ടു ബുദ്ധിയുള്ള ഒരുപാട് ആളുകൾ കാണും. പക്ഷെ ഇത് ബിഗ് ബോസ് ആണ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു അതെല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട്. പിന്നെ ജിൻഡോ കപ്പടിക്കില്ല എന്നൊക്കെ പറയുന്ന സായിനോടാണ്. ഏറ്റവും പുറകിൽ നിന്നും 1ാം സ്ഥാനമായിരിക്കും നിങ്ങൾക്കിപ്പോ അവിടെയുള്ള സ്ഥാനം. കാരണം അത്രയേറെ പ്രേക്ഷകർ നിങ്ങളെ കളിയാക്കുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നുണ്ട്. പകുതിയിലധികം എപ്പിസോഡ് പുറത്തു നിന്നും കണ്ടുപോയ ഒരാൾ ജിൻഡോ അവിടെ എങ്ങനെയാണെന്ന് വ്യക്തമായി അറിയുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് സംശയമാണ്. ബിഗ് ബോസിലേക്ക് വരാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട് സെലക്ട് ചെയ്തിട്ടാണ് അതിൽ കുറച്ചു പേരെങ്കിലും എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി പുറത്തെങ്ങനെയാണോ അതേ സ്പിരിറ്റോടുകൂടി അതേ ആളായിട്ട് നിന്ന് ഗെയിം കളിക്കാൻ പറ്റിയില്ല എങ്കിൽ പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത്. അതായത് സായി പറഞ്ഞത് പഴയ കണ്ണനെ തിരിച്ചെടുക്കാനാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നാണ്. അങ്ങനെ ഒരാൾക്ക് മാറാൻ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് വരേണ്ട കാര്യമില്ല. ഇവിടെ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളും അമ്പലങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതെല്ലാം ഒരു മാസ്ക് ആയിട്ടാണ്. പുറത്ത് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വേറൊരാളായി മാറാൻ സാധിക്കില്ല. അങ്ങനെ സ്വിച്ച് ഓൺ ചെയ്ത പോലെ മാറുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ നല്ല 1ാം തരം അഭിനയമായിരിക്കും. അവസാനത്തെ ടാസ്കിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നന്ദന കൈവിടൂ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രേക്ഷകനും വിചാരിക്കുന്നത് ജിൻഡോ നന്ദനയുടെ കൈ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ബസറടിച്ചതിന് ശേഷം ജിൻഡോ പറയുമ്പോഴാണ് നന്ദനയാണ് ജിൻഡോന്റെ കയ്യിൽ പിടിച്ചു വെച്ചതെന്ന് മനസ്സിലാകുന്നത്. ഇത്തരം പ്ലാനിങ്ങും കുശാഗ്ര ബുദ്ധിയും അല്പതരമൊക്കെ കൊണ്ടാണ് നിങ്ങളെയൊക്കെ പ്രേക്ഷകർ ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് 1ാം സ്ഥാനത്ത് വരണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ടാസ്കുകൾ മാത്രം ചെയ്താൽ പോരാ, അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. അല്ലാതെ ഇങ്ങനെ മാറി നിന്ന് പരദൂഷണം പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇനി എത്രയൊക്കെ നിങ്ങൾ കരിവാരി തേക്കാൻ നോക്കിയാലും ജിൻഡോ എന്ന മത്സരാർത്ഥിയെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും ജിൻഡോനെ ആയിരിക്കും.